ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമ. യുദ്ധകാണ്ഡം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമ രമ രമണ ത്രിലോകീപതേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപതേ. രാമകഥാമൃത പുരാണ പൂർണ്ണാനന്ദ സാരാനുഭൂതിക്ക് സാമ്യമില്ലേതുമേ ശാരിക പൈതലേ. ചൊല്ലു ചൊല്ലിനിയും ചാരൂ രാമായണ യുദ്ധം മനോഹരം. യുദ്ധമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിൻ. എങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാ മന്ദസ്മിതം പൂണ്ടരുളിനാൻ. ചന്ദ്രാനനെ ചെവി തന്നു മുത രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമാദികളുടെ നിശ്ചയം. ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ. ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞത് കേട്ടുള്ളിൽ ആരൂഢമോദാലരുൾ ചെയ്തത് ആദരാൽ. ദേവകളാലും അസാധ്യമായുള്ളോന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധവും ചിത്തേ നിരൂപിക്ക പോലും അശക്യമാം അബ്ദി ശതയോജനായ ആശ്രമം ലംഘിച്ച് രാക്ഷസവീരരെയും കുന്നുലങ്കയും ചുട്ടുപൊട്ടിച്ചത് വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്ന് നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നത് കാരണം വാതാത്മജൻ പരിപാലിച്ചത് ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരുതിയെ കടന്നിടുന്നു. നക്ര മകരചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടും ഒടുക്കി ഞാൻ ദേവിയെ എന്ന് കാണുന്നതു ദൈവമേ. രാമവാക്യം കേട്ട് സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്ത് സമുദ്രത്തെയും ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മനസ്സേ, ചിന്തയാകുന്നത് കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ചയം. വന്നിയിൽ ചാടണമെന്ന് ചൊല്ലിയിടിലും പിന്നെയാമെന്ന് ചൊല്ലുന്നവരല്ലിവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരം ഇനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്ന് നാം പുക്കിയതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്ന നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നത് രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്യുക
ജലനിധിയെ സത്വരം ചെയ്ത് ബന്ധിക്കലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയമിത്രപുത്രോക്തികൾ യുദ്ധമാകർണ്യ കാകുൽസ്ഥനം തൽക്ഷണേ മുമ്പിലാമാർ തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ച് അരുളിടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ എന്നത് കേട്ട് തൊഴുതുപാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതം അതിൽ മൂർധനിൽ ലങ്കാപുരം. പ്രാണഭയമില്ലയാത്ത ജനങ്ങൾക്ക് കാണാം കനകവിമാന സമാനമാ. വിസ്താരമുണ്ടങ്ങ് 700 യോജന പുത്തൻ കനകമതിൽ അതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിങ്കലുണ്ട്. അതിശോഭിതമായ 17 നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ട് ഒരുപോലെ. 7നും 4 ഗോപുര പങ്ക്തിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേലയന്ത്രപാല പങ്ക്തിയാൽ. അണ്ടർകോൻ ദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ച് നിൽക്കുന്ന രക്ഷോപരരുണ്ട് 100,000. സദാ ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000. ഉത്തരഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ട് 1,00,00,000 നിശാചരർ. ദിക്കുകൾ 4-ലുമുള്ളതിൽ അർത്ഥമുണ്ടുഗ്രതയോട് നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ട് അതിലിരട്ടി ജനം. ഘാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിന് നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിതാലങ്കാര ഭേദമാതാം കാപകം പറയാവല്ലനന്ദനും. തൽപുരം തന്നെ നീളത്തിരഞ്ഞേനകം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോദ്യാനദേശെ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടു കൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ട് വിടവഴങ്ങിച്ചു പുറപ്പെട്ട് കാട്ടിയേൻ. പിന്നെ കുറഞ്ഞൊരവിവേകം ആരാമമെല്ലാം തകർത്തത് അത് കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷോപരാത്മജനാകിയ ബാലകനക്ഷകുമാരനെ അവനെയും കൊന്നു ഞാൻ എന്നു വേണേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ. മന്നവാ ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമുടുക്കി വേഗേന പോയി കാലെ ദശമുഖനെ കണ്ടു ചൊല്ലിയേൻ നല്ലതെല്ലാം. പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നോട് ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാധിപനെ എന്നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ. അഗ്രജൻ തന്നോട് മാതരാൽ കൊല്ലുമാറില്ല ദൂതരെ ആരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയ്ക്ക അടയാളപ്പെടുത്തത് നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലധിക്ക് അഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസാ പുച്ഛം പോതിഞ്ഞ് അവരഗ്നി കൊളുത്തിയാരപ്പോൾ അടിയനും
ചുട്ടുപൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവ ലങ്കയിലുള്ള പടയിൽ നാലൊന്നും ഒടുക്കിയേൻ ത്വൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ട് മിനിക്കാല വിളംബരം നന്നല്ല പോക പുറപ്പെടുക നാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹൽ പ്രസ്ഥാനമാശു ഗുരു ഗുരു വിക്രമം പ്രസ്ഥാനമാശു ഗുരു ഗുരു വിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്ക് ശങ്കാപഹം ലംഘനം ചെയ്ത് ഭക്തഞ്ചരനായക കിങ്കരന്മാരെ ക്ഷേണേന പിതൃപതി കിങ്കരന്മാർക്ക് കൊടുത്ത് ദേശാനന ഹുങ്കൃതിയും തീർത്ത് സങ്കരാന്തേ ബലാൽ പങ്കജനേത്രയെ കൊണ്ടുപോരാ വിഭൂ പങ്കജനേത്ര പരംപുരുഷ പ്രഭൂ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടഥ സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം മഞ്ജസ സുഗ്രീവനോടരുൾ ചെയ്തത് കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരും. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോ ജനർഷമാം മൂലം ഖാതിപ്രദം. ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്ക് വിജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം. സൈന്യാധിപനായ നീലൻ മഹാബലൻ മുൻപും നടുവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക. രംഭപ്രമാധി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറിമൽ പിമ്പേ സുമിത്രാത്മജൻ അംഗതോപരി സുഗ്രീവൻ എന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവേൻ ഗവാക്ഷൻ ബലി ശൂലി സമാനനാം മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിധാരനും ചൊല്ലുള്ള വാനരനായകന്മാരോട് ചൊല്ലുവാനാവതല്ലാത്തൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടൂ. യുദ്ധമരുൾ ചെയ്ത് മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നത് പോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിന ആർത്തു വിളിച്ച് കളിച്ചു കുളച്ച് ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ചയം. രാത്രീഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാ വേഗാൽ നടന്നു തുടങ്ങിന. ധാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നടുക്കുന്നത് പോലെ ചാടിയും ഓരോരോ വനങ്ങളിൽ തേടിയും പക്കഫലങ്ങൾ ഭുജിക്കുകയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ട് ശൈല ശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പൂക്കുമഹേന്ദ്രാചലാന്തികെ മേവിനാർ. മാരുതി തന്നുടെ കണ്ഠദേശേ നിന്ന് പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമർന്ന സൗമിത്രിയും പാരിലിഴിഞ്ഞു വണങ്ങിനാൻ. അഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരുതി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരുതി തന്നുടെ പശ്ചിമതീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോട് അരുൾ ചെയ്താശു നാം ഭാര്യയുമൂത്ത് സന്ധ്യാവന്ദനം ചെയ്ത് വാരാനിധിയെ കിടപ്പാൻ ഉപായവും വീരരായുള്ളവരൊന്നിച്ച് മന്ത്രിച്ചു പാരാതെ കൽപ്പിക്കവേണം. ഇനിയുടൻ
വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിഷാദരന്മാരായ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രീഞ്ചരന്മാർ ഉപദ്രവിച്ചിടുകൂ. ഏവം അരുൾ ചെയ്ത് സന്ധ്യയും വന്ദിച്ചു മേവിനാർ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗഖ ഭയങ്കരമത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരംഗാഢ്രം അഗാധമിത്തുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യ രാമപാർശ്വേ മരുവിനാർ. ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യ രാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ. ചന്ദ്രമുഖിയെ നിരൂപിച്ച് രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷ ഭയക്രോധ ലോഭാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപമായുള്ള ചിതാത്മനി സംഭവിക്കുന്നു. വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നത് ദേഹാഭിമാനിന. കിം പരമാത്മനെ സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സംപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരമാത്മാ പരൻ പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്ക് തോന്നും വൃഥാ. ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്കഥ ശരദപുത്രരുമർക്കാത്മജാതികളായ കവികളും വാരാനിധിക്ക് വടക്കേക്കര വന്നു വാരുതി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോട് മന്ത്രനികേതനം പുക്കെ ഇരുന്നേടിനാൻ. ആതിഥേയ സുരേന്ദ്രാദികൾക്കും അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ച് നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാൻ അവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കുകയുമല്ലോ. ആർക്കും കടക്കാരുതാതൊരു ലങ്കയിലും കൂടെ വന്ന് അകമ്പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാൻ ഉപവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നോട് പുത്രനാം അക്ഷകുമാരനെയും കൊന്ന് ലങ്കയും ചുട്ടുപൊടിച്ച് സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാമില്ലൊരു സംശയം. ഇപ്പോൾ കപികുലസേനയും രാമനോബ്ധി തീരത്തിന് ഉത്തരതീരെ മരുവുന്നാർ. കർത്തവ്യമെന്ത് നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ച് കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നോട് മന്ത്രികൾ ചൊന്നത് കേട്ടതു മൂലമായി വന്നീലൊരാപത്ത്. ഇനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാവുന്നത് നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് അചഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ തഥമവും യുദ്ധം തിരുവിധമായുള്ളൂ വിചാരവും.
സാധ്യമിതമിതം ദുസാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിലന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകം നീദൃശം എന്നുറച്ചൊന്നിച്ച് കൽപ്പിപ്പതുൽപത്തമം കൽപ്പിപ്പതുത്തമം പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളത് തീരുവാനായി പ്രതിപാദിച്ച് അനന്തരം നല്ലതിതെന്ന് ഐകമത്യമായവരും ഉള്ളിലുറച്ചു കൽപ്പിച്ച് പിരിവത് മാധ്യമമായുള്ള മന്ത്രമതന്യെ ചിത്താഭിമാനേന താൻ പറഞ്ഞതും സാധിപ്പതിന് ദുസ്തർക്കം പറഞ്ഞത് ബോധിച്ചു മറ്റേവനും കാലുഷ്യചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ട് പരസ്പരം നിന്നയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്യമായുള്ളോ നഥമം അതത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തോ നല്ലതെന്ന് ഒന്നിച്ച് നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടളവ് ഇങ്ങിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ. നന്നെത്രയും ഓർത്തോളം ഉള്ളിലെത്തിന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്ന് ഒരാകുലമെന്ത് ഭവിച്ചത് മാനസേ മർത്യനാം രാമങ്കൽ നിന്ന് ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃത്രാര്യ പുരയുദ്ധേ ജയിച്ചുടൻ ബുദ്ധ്വാ വിനിക്ഷിപ്യ പത്തനെ സത്വരം വിസ്തൃതയായി ഒരു കീർത്തി വളർത്തതും പുത്രനാമേകനാഥന തോർക്ക നീ വിത്തേശനെ പുരയുദ്ധമധ്യേ ഭവാൻ ജിത്വാജിതശ്രമം പോരും ദശാന്തരെ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയും ഓർത്തു കണ്ടോളവും. കാലനെ പൂരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ. ഹുങ്കാരമാത്രേണ തന്നെ വരണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാര് മറ്റുള്ളത് ചൊല്ലൂ നീ. പിന്നെ മയനാമഹാസുരൻ പേടിച്ച് കന്യകാരത്തെ നൽകിയില്ലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്ന് ചൊല്ലേണമോ. കൈലാസശൈലം ഇളക്കിയെടുത്തുടനാലോലമമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ. മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതെ ത്രൈലോകവാസികളെല്ലാം ഭവദ്ബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി ഇവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാ. നാം ഒന്നുപേക്ഷിക്ക കാരണാലേതും ഒരാമയും എന്നിയെ പോയിക്കൊണ്ടതും അവൻ ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോട് അറിയിച്ചുടൻ പ്രത്യേകം ഓരോരോ പ്രതിജ്ഞയും ചൊല്ലിനാ. മാനമോടിന്നിനി ഞങ്ങളിലേഖനെ മനസ്സെ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയും ഇല്ലെന്നതും വരും. ഇന്നൊരു കാര്യ വിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കുന്നതും എത്രയും പാരമിളപ്പം നമുക്കത് മുൾത്താരിലോർത്തരുളേണം. ജഗൽ പ്രഭു നത്തഞ്ചരവരരുദ്ധം പറഞ്ഞളവ് താവുമുട്ടു കുറഞ്ഞു ദശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രേയം കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതം അഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നു ഉടമോദം നിജപീഠം
അതിന്മേലിരുത്തി ദശാസ്യനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ ഭക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ, ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശി കിട്ടുന്നത് നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്ക് തന്നെ ധരിക്കുന്നേ. രാമൻ ഭവാനേക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാൻ അയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ല, ഏകസ്വരൂപനം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവനാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുമിത്. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ച് താനെ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ച് ശലഭങ്ങൾ മഗ്നരായി മൃത്യുഭവിക്കുന്നതവണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതല്ലേതും എനിക്ക് എന്നുള്ളത് ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചൊല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടത് നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലത്. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം, നീയത് നൽകിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാനിതിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ജാനകി തന്നെയെ അനുഭവിച്ചിടു നീ. മനസ്സേ ഖേദമുണ്ടാകരുത് ഏതുമേ. ദേഹത്തിനന്തരം വന്നുപോകും മുന്നമേ മോഹിച്ചിതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്ക് വചനാം പുരുഷന് വന്നിടും ആപത്ത് നിർണയം ഓർത്തുകാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കെ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ. ആദരാൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുവനയജ്ഞയെ ചെയ്യില്ലെന്നാശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാൻ അവനോട് പഥ്യം. വിഭീഷണൻ രാക്ഷസാധീശ്വര വീരാദശാനന, കേൾക്കണം എന്നോട് വാക്കുകളെന്ന് നീ. നല്ലത് ചൊല്ലണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. കല്യാണം എന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒന്നിച്ച് ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക് നീ രാമനോട് ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മാത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനം സുപ്തഘ്നൻ യജ്ഞാന്തകാദികളും തഥാ. കുംഭകർണൻ ജംബുമാലി പ്രജംഘനം കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ ബമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭകനും ത്രിശരസാധികായനും വേദാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദിവീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സംഗതെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനും ആമല്ല അവനോടെടൂ. നേരെ പ്രതി ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മാനസെ.
ശ്രീരാമനായത് മനുഷ്യനല്ല, കേളാരെന്നറിവാനുമാമല്ലൊരുവനും, ദേവനുമല്ല വന്യയുമല്ലവൻ, വൈവസ്വതനും നിർഹൃതിയുമല്ല, കേൾ വാശിയുമല്ല, ജഗൽ പ്രാണനല്ല, വിദേശനുമല്ല അവൻ, ഈശാനനുമല്ല, വേദാവുമല്ല, ഭുജംഗാധിപനുമല്ല, ആദിത്യ രുദ്രവസുക്കളുമല്ലവൻ, സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോഷതൻ, സൃഷ്ടിസ്ഥിതിലയകാരണൻ, മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ, പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ, പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ, ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ. കൊന്നാൻ 21 തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ, അന്നസുരരെയൊക്കെ ഒടുക്കുവാൻ മന്നിൽ അവതരിച്ചീടും ജഗന്മയൻ. ഇന്ന് ദശരഥപുത്രനായി വന്നത് നിന്നെ ഒടുക്കുവാനെന്ന് അറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം, എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകലിതെന്ന് ചൊല്ലിയിടുവൻ. സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പോരും ദേവനവൻ, കരുണാകരൻ കേവലൻ, ഭക്തപ്രിയൻ പരൻ പരമേശ്വരൻ, ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ, ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരൻ, ഇന്ദിരാവല്ലഭൻ കേശവൻ, ഭക്തിയോടും താൻ തിരുവടിതം പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ടു കൊടുത്ത് തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക, കൈതൊഴുതാ സുരക്ഷിക്കെന്ന് ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ, തൻപദം നൽകിയിടുമേവനും, നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പുക്ക നേരത്ത് അതിബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ, കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്ക് നൽകിനാൻ. തൃക്കാലടിവേച്ചു കൊല്ലാമഹല്യയ്ക്ക് ദുഷ്കൃതമെല്ലാം മുടുക്കിയതോർക്ക നീ. ത്രയംബകം വില്ല് ഖണ്ഡിച്ച് സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ, മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാധനനെ കൊന്നുകളഞ്ഞതും, ചെന്ന് ഖരാദികളെ കൊല ചെയ്തതും, ഉന്നതനാകിയ ഭാര്യയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവൻ ചാടിക്കടന്ന് ഇവിടേക്ക് വന്ന് അർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ച് സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും, ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കെ തവ നന്ന് ആഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ, തന്നുവെങ്കി തന്നെ കൊടുക്കമടിയാതെ, നഷ്ടമതികളായിടും അമാത്യന്മാർ ഇഷ്ടം പറഞ്ഞു കൊല്ലിക്കും അതോർക്ക നീ. കാലപുരം ഗമിയാതെ ഇരിക്കേണ്ടുകിൽ, കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വെച്ച് തുടങ്ങിയാൽ, പിൽപ്പാട് നാടും നഗരവും സേനയും തൽക്ഷണം നശിച്ചിടും അരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തെങ്കിലില്ലെന്ന് നിർണയം, തന്നുടെ ദുർനയം കൊണ്ടുവരുന്നതിനിന്ന് നാം ആളല്ല പോകുന്നു വേർപെട്ട് ചെന്ന് സേവിക്കും പ്രബലനെ. ബന്ധുക്കള നേരമോർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു
മൃത്യു വരുന്നേരം ആമയമുള്ളിൽ എനിക്കുണ്ടത് കൊണ്ട് നേരെ പറഞ്ഞു തരുന്നത് ഞാനിനി താരാർ മകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മനസ്സെ മാനിനിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം, വൻപനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നത് അറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്ക നീ. രാക്ഷസരാജ ജയിക്ക നീ, സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങുല. കൊണ്ടൽ നേർവർണ്ണന് ജാനകി ദേവിയെ കൊണ്ടു കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയേ നൽകുക ദേവിയെ, വംശം മുടിച്ചു കളയായിക വേണമേ. ഇതം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളത് ചൊന്നത് കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ മരുവിന്. ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്ന് നിർണയം. ഇത്തരമെന്നോട് ചൊല്ലുകിലാശു നീ, വധ്യനാമെന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപൻ ഇത്തരം ചൊന്നളവ് ഓർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷന് സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ. പോരുമിവനോടിനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ട് നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംഭോജമെന്നി മറ്റാരും ശരണം എനിക്കില്ല കേവലം. ചെന്ന് തൃക്കാൽക്കൽ വീണന്തികെ സമ്പതം നിന്ന് സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമാത്യന്മാരുമായി അവനിദ്ധം നിരൂപിച്ചു പുറപ്പെട്ടു. ദാരദനാലയമിത്രഭൃത്യൗഖവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം മാനസത്തെങ്കിൽ ഉറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻ പദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം, ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്ന് സേവിച്ചു കൊണ്ടാലും ഒരാമയം ഇങ്ങിതിനില്ലെന്ന് നിർണയം. പോകായിലോ മമ ചന്ദ്രഹാസത്തിന് എന്നേകാന്ത ഭോജനമായി വരും നീയടൂ എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ, എന്നോട് താതിന് തുല്യനല്ലോ ഭവാൻ. താപകമായ നിയോഗമനിഷ്ഠിപനാവതെല്ലാം അത് സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദികളോടും അത്ര സൂചിച്ച് സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥമന്ദിരേ രാമനായി ജാതനായാൻ. ജനകാലയെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന് ആമോദമോടിങ്ങി വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികളങ്ങു ഭവാനുള്ളിലേൽക്കുന്നതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നത് രാമനായി നിർണയം. പിന്നെ അതിനന്യഥാത്വം ഭവിക്കുമോ. ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. നാരായണ 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 നാരായണ. ഹരി ഓം ഹരി ഹരി ഓം.